സുഹൃത്തുക്കളെ, ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് പുനലൂർ തൂക്കുപാലമാണ്. പുനലൂർ തൂക്കുപാലം തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലമാണ്. ഞങ്ങൾ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇന്ന് ഇവിടെ ടൂറിന് വന്നിരിക്കുന്നത്. ഇതൊരു അലുമിനി ബാച്ചാണ്. 1977-79 വർഷങ്ങളിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പ്. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഹിന്ദി ബാച്ചാണ്. അന്നത്തെ ഏതാനും ചില വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും ചേർന്നാണ് ഈ ടൂറിന് എത്തിയിരിക്കുന്നത്. ഞങ്ങൾ കോഴഞ്ചേരിയിൽ നിന്ന് രാവിലെ 7:30 തിരിച്ചത്. പുനലൂര് 8:30 മണി കഴിഞ്ഞപ്പോൾ എത്തി. ഈ തൂക്കുപാലം ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ്. അവരുടെ സംരക്ഷിത സ്മാരകമാണ്. അതിനാൽ ചില നിയമങ്ങളൊക്കെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. അല്പം നേരത്തെ എത്തിയതിനാൽ ഞങ്ങൾക്ക് അകത്തോട്ട് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അതിനാൽ പുതിയ പാലത്തിൽ നിന്ന് പഴയ പാലത്തിന്റെ കാഴ്ചകൾ കാണുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് അകത്തോട്ട് പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചു. അങ്ങോട്ട് ഞങ്ങൾ പോകുകയാണ്. പുരാവസ്തു വകുപ്പിന്റെ ഒരു നോട്ടീസ് ബോർഡാണ്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചാൽ 5000 രൂപ പെനാൽറ്റി നൽകണമെന്നാണ്. അകത്ത് കയറിയ ഉടനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇന്നൊരു ഫോട്ടോ എടുത്തു. തംസപ്പ് ഒക്കെ കാണിച്ചായിരുന്നു ആ ഫോട്ടോ. 1871 പണി ആരംഭിച്ച് 1877 പൂർത്തിയാക്കി 77 ഓഗസ്റ്റ് 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത്. പുനലൂരിന്റെ മധ്യേ കല്ലടയാറ് ഒഴുകുന്നതിനാൽ ഇരു കരകളെയും ബന്ധിപ്പിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഈ തൂക്കുപാലത്തിലൂടെ നിർവഹിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് തൂക്കുപാലം എന്നൊരു ചോദ്യം ഉദിക്കാം. വളരെയധികം ഒഴുക്കുള്ള കല്ലടയാറിൽ അന്നത്തെ കാലത്ത് ഒരു കുറുകെ പാലം പണിയുക എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് ബ്രിട്ടീഷ് ചീഫ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറി കണ്ടെത്തിയ ഉത്തരമാണ് മഹത്തായ ഈ തൂക്കുപാലം. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആണ് ഇങ്ങനെ സാവധാനം നടന്നു മുന്നോട്ട് വരുന്നത്. വളരെ ലാഘവത്തോടു കൂടിയുള്ള ഒരു വരവാണിത്. ഇതൊരു വളരെ സന്തോഷകരമായ കൂട്ടായ്മയായിരുന്നു. ഇപ്പം ഞങ്ങൾ 15 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ തീരുമാനിച്ചപ്പോൾ 10-25 പേരൊക്കെ ഉണ്ടായിരുന്നു. സമയമെത്തിയപ്പോൾ അതിൽ നിന്ന് പലരും പിന്മാറി. അവരെ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം പ്രായമുള്ള ആൾക്കാരല്ലേ, ഇപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുകയല്ലേ. പല വിഷയങ്ങൾ കാരണം പിന്മാറേണ്ടതായിട്ട് വന്നു. കല്ലടയാറ് കണ്ടപ്പോൾ ഞങ്ങളുടെ സ്ത്രീജനങ്ങൾക്ക് ആവേശമായി. എന്റെ ഭാര്യ എല്ലാരെയും കൂടെ ഒന്ന് സംഘടിപ്പിച്ചൊരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടു. ഭാര്യ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റുമോ? അവർ നല്ല അടിപൊളിയായി പോസ് ചെയ്തു തന്നു. നല്ല ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നടുവിലുള്ള സ്തംഭത്തിന്റെ കമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ താഴെ ഇരിക്കുന്ന ആളാണ് ഞാൻ. ഇനി എന്നെ കാണിച്ചില്ല എന്ന് പറയരുത്. മുകളിലോട്ട് നോക്കി 1877 ഒരു ശംഖും കാണാം. അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ മുദ്രയായിരുന്നു അത്. ഈ തൂക്കുപാലത്തിന്റെ വീതി 20 അടിയും നീളം 400 അടിയുമാണ്. ഈ തൂക്കുപാലം നിർമ്മിക്കുവാൻ ആകെ ചെലവായ തുക 3 ലക്ഷം രൂപയാണ്. ഇത് ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപ അത്ര കുറവൊന്നും അല്ലായിരുന്നു. ഈ തൂക്കുപാലം കാണുവാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. തിങ്കളാഴ്ച ദിവസം തൂക്കുപാലത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. എന്തിനാണ് അങ്ങനെ ഒരു അവധി തിങ്കളാഴ്ച നൽകിയതെന്ന് അറിയില്ല. നമ്മുടെ ഗ്രൂപ്പ് അംഗം മണിക്കുട്ടൻ ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. അല്ല, ആധികാരികം വേണ്ട, കേട്ടറിവ് പറഞ്ഞാൽ മതി. പുനലൂർ പേപ്പർ മില്ല് ആരംഭിച്ചപ്പോൾ അതിലേക്ക് ആവശ്യമായ മിഷനറികൾ കടത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി സായിപ്പുമാർ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ സ്ഥാപിച്ച തൂക്കുപാലാണ് ഈ പുഴ കടന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ മിഷനറീസ് കയറ്റി വിടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ തിരുവല്ലയ്ക്ക് പോകുന്ന വള്ളംകുളം പാലം വരെ ഇതിനോടനുബന്ധിച്ചുണ്ടാക്കിയത്. അന്ന് കോൺക്രീറ്റിലുണ്ടാക്കിയത്. അതിന് മതിയായ വീതിയില്ല. മണിക്കുട്ടൻ പറഞ്ഞ ഈ അഭിപ്രായം ആധികാരിക രേഖകളിലൊന്നും കാണുന്നില്ല. എങ്കിലും ശരിയാകുവാനാണ് സാധ്യത. കാരണം പുനലൂർ പേപ്പർ മില്ല് 1886 നിർമ്മിച്ചത്. ഏറെക്കുറെ ഒരേ കാലഘട്ടമായതുകൊണ്ട് ഇതിനൊരു സാധ്യതയുണ്ട്. ഈ തൂക്കുപാലം നിർമ്മിച്ചതിലൂടെ തമിഴ്നാടിന്റെ മലയോര പ്രദേശങ്ങളുമായിട്ടുള്ള വാണിജ്യ ബന്ധം വളരെയധികം ശക്തിപ്പെട്ടു. അതിലൂടെ കൊല്ലം ജില്ലയ്ക്ക് തന്നെ വലിയ നേട്ടമുണ്ടായി. ഈ കാണുന്നതാണ് കല്ലടയാറ്. ഇതിപ്പോൾ ശാന്തമാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. തെന്മല ഡാം വന്നതിലൂടെയാണ് ഇത് ക്ഷീണിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ തെന്മല ഡാം ഒന്ന് കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഇനിയും തെന്മല ഡാമിലേക്കാണ് പോകുന്നത്.
തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും സഹകരിക്കണമേ. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്കിനി തെന്മല ഡാമിൽ വെച്ച് കാണാം.